അങ്ങനെ നമ്മൾ ജയ്പൂർ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ട്രെയിനിൽ നിന്നാണ് ഇറങ്ങിയത്. ഭയങ്കര തിരക്കായിരുന്നു. ലോക്കലാണ് നമ്മൾ എടുത്തത്. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെത്തി. നമ്മൾ ജയ്പൂർ കാണാൻ വേണ്ടിയിട്ട് യാത്ര പുറപ്പെടാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ പുറകിൽ മുൻവശത്ത് നിൽക്കുകയാണ് നമ്മളെ വണ്ടിക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെ പൂർണ്ണമായിട്ടും ആളുകൾ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ചെറിയ നമ്മുടെ നാട്ടിലുള്ള ഓട്ടോയുടെ ചെറിയ വേർഷനായിട്ടുള്ള ഇലക്ട്രിക് വാഹനങ്ങളാണ് കേട്ടോ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കാറിലാണ് നമ്മളെ ഇന്നത്തെ യാത്ര മുഴുവൻ. അങ്ങനെ നമ്മൾ യാത്ര പിങ്ക് സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുള്ള ബിൽഡിങ്ങുകൾ പൂർണ്ണമായിട്ടും ഈ ഒരൊറ്റ നിറത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് पिंक सिटी എന്ന് പേര് വരാനുള്ള കാരണം. आमेर से पिंक सिटी को अलग बनाया पॉपुलेशन ज्यादा होने बढ़ने की वजह से. तो पर्टिकुलर पर मेंबर सिक्योरिटी नॉट प्रोवाइडेड. तो सिक्योरिटी पर्पस एंड सिक्योरिटी रीजंस सिटी अराउंड अप 20 to 25 feet बिगेस्ट वॉल. ओके शहर के चारों तरफ 25 फीट ऊंची उन्होंने वॉल बनाई. Covered than all city. And enter and exit only 2 doors. One door is face sun side. This the name is Surajpol gate. One door is face moon side. This the name is Chandpol gate. Chandpol gate. Yes. Sun side door Surajpol gate and moon side door Chandpol gate. Only 2 doors. Evening time doors is closed and all city is safe. അവർ നമ്മുടെ ഡ്രൈവർ പയ്യ നമുക്ക് ഈ സിറ്റിയെ കുറിച്ചുള്ള ചരിത്രമാണ് പറഞ്ഞു തന്നത്. പണ്ട് കാലത്ത് പ്രധാനമായിട്ടും 3 കേന്ദ്രങ്ങളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് നമ്മൾ ഇറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള ആ ഭാഗങ്ങളിലുള്ള ന്യൂ സിറ്റി, രണ്ടാമത് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന പിങ്ക് സിറ്റി, പിന്നെ ഫസ്റ്റ് വൺ ആമിർ സിറ്റി. അങ്ങനെ 3 സിറ്റികളായിട്ടാണ് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ പണ്ട് കാലത്ത് രാജഭരണം കാര്യങ്ങളൊക്കെ ആയിരുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നു ഇതിൻ്റെ രീതി എന്നാണ് പറയുന്നത്. അവർ പറയുന്നത് ഇത് ആദ്യത്തെ ആസ്ട്രോളജി സിറ്റി, അതുപോലെ തന്നെ വാൾ സിറ്റി എന്നുള്ള പേരിലൊക്കെ ഈ നഗരം അറിയപ്പെടുന്നുണ്ട് എന്നാണ്. കാരണം ഇത്തരത്തിലുള്ള മതിലുകൾ കൊണ്ട് ഈ ടൗൺ പൂർണ്ണമായിട്ടും കെട്ടി ബന്ധാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എൻട്രൻസിനും എക്സിറ്റിനും 2 ഗേറ്റുകളാണുള്ളത്. അത് നിശ്ചിത സമയം കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുന്നതിന് ശേഷം ഇത് പൂർണ്ണമായിട്ടും ഈ നഗരം പൂർണ്ണമായിട്ടും സേഫ് ആയിരിക്കും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ആണ് ആംബർ ഫോർട്ടിലേക്കുള്ള ഫസ്റ്റ് എൻട്രി. ഇത്തരത്തിലുള്ള 7 എൻട്രികളുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ഇതാണ് അതിലേക്കുള്ള യാത്ര വഴി. First part of Jaipur. Yes. Okay. This palace is Mansingh Palace. Mansingh Palace. Yes. Oh, Mansingh कौन है? राजा है ना? Raja Mansingh. Raja Mansingh Palace. So Mansingh is 3 Mansinghs. Savai Mansingh and Savai Mansingh first and Savai Mansingh second. जना होता था वो Mansingh का. ऐसा. ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന ഫോർട്ട്. അതിന്റെ ഒരു അകലെ നിന്നുള്ള കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2400 rupees. 1%. हाँ 2%. 2400 അല്ലേ? 2 options है. ഇവിടെ എലിഫന്റ് സഫാരി ഒക്കെ ഉണ്ട്. 2400 രൂപയാണ് ഒരാൾക്ക് എന്നാ പറയുന്നത്. ഈ ഒരു മലയുടെ മുകളിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ആംബർ ഫോർട്ടിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. ഇതാണ് അതിൻ്റെ പ്രവേശനം. ഇവിടെ ഒരുപാട് പ്രാവുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എത്രയോ ഏക്കർ കണക്കിന് സ്ഥലത്ത് ആകെ പരന്ന് കിടക്കുന്നതാണ് നമ്മുടെ ആംബർ ഫോർട്ട്. നമ്മുടെ കൂടെയുള്ള നമ്മളെ ടീം നടന്നു വരുന്നുണ്ട്. നിറയെ പ്രാവുകൾ ഇത്തരത്തിൽ ഈ കോട്ടയ്ക്ക് മുകളിലായിട്ട് ഇങ്ങനെ ചുറ്റി പറന്ന് നടക്കുന്നുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച.
ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത് അക്ബർ ചക്രവർത്തിയുടെ സേനാപതിയായിരുന്ന വ്യക്തിയാണ് ഈ കോട്ട നിർമ്മിച്ചത്. രാജ മാൻസിംഗ് എന്നാണ് ആ സേനാപതിയുടെ പേര്. മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഇവിടെ ആന സഫാരി ഒക്കെ അവൈലബിൾ ആണ്. ജയ്പൂർ നഗരം നിർമ്മിക്കുന്നതിന് മുമ്പ് ഈ ആംബർ എന്ന ഈ പ്രദേശമായിരുന്നു ഇതിൻ്റെ തലസ്ഥാനമായിട്ട് അറിയപ്പെട്ടിരുന്നത്. ഇത് വലിയൊരു നഗരമൊന്നുമല്ല, ചെറിയൊരു പ്രദേശമാണ്. ഈ കോട്ടയും ഇതിൻ്റെ പരിസര പ്രദേശവും മാത്രം അടങ്ങിയിട്ടുള്ള ചെറിയൊരു പ്രദേശമാണ് ആംബർ എന്ന് പറയുന്നത്. ഇതിവിടെ ഈ കോട്ട എത്ര മാത്രമല്ല, ഈ മലയുടെ മുകളിലൊക്കെ ആയിട്ട് ആകെ പരന്ന് കിടക്കുന്നുണ്ട്. ഇവിടെ ഈ കോട്ടയുടെ ഉള്ളിലായിട്ട് ഇത്തരത്തിലുള്ള മാഗ്നറ്റ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല മറ്റു പല കച്ചവടങ്ങളും ഇതിൻ്റെ സമീപത്തായിട്ടുണ്ട്. നമ്മൾ കോട്ടയുടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പടികൾ കയറിയിട്ട് വേണം നമുക്ക് കോട്ടയുടെ മുകളിൽ എത്തിച്ചേരാൻ. ഇത്തരത്തിൽ ഈ കോട്ട മുഴുവൻ ചുറ്റിക്കറങ്ങി കാണാൻ ഇത്തരത്തിലുള്ള ആന സഫാരി കാര്യങ്ങൾ ലഭ്യമാണ്. 2400 രൂപയാണ് അവർ ഇതിന് പാക്ക് ചെയ്തിട്ടുള്ളത്. സ്വദേശികളെ അപേക്ഷിച്ച് ദേശികളായിട്ടുള്ള ആളുകളാണ് കൂടുതലായിട്ടും ഈ സഫാരി ഉപയോഗിക്കുന്നത്. പിന്നെ അവയുടെ മുഖത്തൊക്കെ വിവിധ നിറത്തിലുള്ള കളറുകളൊക്കെ പൂശിയതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ആനകൾ സഞ്ചരിക്കുന്നത് മറ്റൊരു പാതയിൽ കൂടിയാണ്. ആളുകൾ നടന്നു പോകുന്നത് ഇത്തരത്തിലുള്ള പടികൾ കയറിയിട്ട് വേണം ആളുകൾക്ക് നടന്നു പോകാൻ. ഇവിടെ ഇതുവരെയൊക്കെ വാഹനങ്ങൾ വരും. ഇതിൻ്റെ മുകളിൽ എത്തിയിട്ടില്ല. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ്. അപ്പുറത്തെ മലകളിലൊക്കെ നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ഇത്തരത്തിലുള്ള കോട്ടയുടെ വലിയ മതിൽക്കെട്ടുകൾ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. ആനകൾ ആളുകളും ഒരേ റൂട്ടിൽ കൂടിയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച. നല്ല ആനകളാണ് കേട്ടോ. ആനകൾ തലങ്ങും വിലങ്ങും ഓട്ടോ പോകുന്നത് പോലെ ആനകൾ തലങ്ങും വിലങ്ങും പോയിക്കൊണ്ടിരിക്കും. നമ്മൾ താഴെ നിന്നും കയറി ഇതിൻ്റെ മറ്റൊരു നിലയിലെത്തി. ഇവിടെയും ധാരാളം ആളുകളെ കാണുന്നുണ്ട്. വിദേശികളും സ്വദേശികളും അടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇതാണ് നമ്മുടെ ഗൈഡ്. അപ്പോൾ ഇദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ കാണുന്നത് ഇവിടെ 2 ഡോറുകളാണുള്ളത്. ഇതൊന്ന് സൺ ഡോറ്, ഇത് മൂൺ ഡോറ്, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സൂര്യ ഉദിക്കുന്നതായതുകൊണ്ടാണ് ഈ ഭാഗത്ത് ഉദിക്കുന്നത് കൊണ്ട് സൺ എന്ന പേര് വന്നു. ഇവിടെ മൂണ്, ഇവിടുന്ന് മൂൺ എന്നുള്ള പേരാണ് വന്നത്. ഈ സൺ ഡോറ്, ഈ എൻട്രിയിൽ കൂടി, സൺ എൻട്രിയിൽ കൂടി രാജാവിന് മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടാവുള്ളൂ. ഇതിൽ കൂടി രാജ്യത്തെ മറ്റുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും പ്രവേശനം ഉണ്ടായിരിക്കും. രാജാവ് ഇതിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് ഈ കാണുന്ന ഈ ബിൽഡിങ്ങിൻ്റെ 2nd ഫ്ലോറിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പടയാളികൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വാദ്യോപകരണങ്ങൾ വായിക്കുന്നതാണ് പറയുന്നത്. അതേപോലെ ഇവിടെ പട്ടാളത്തിൻ്റെ മാർച്ച് പാസ്റ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ചാണ് നടന്നിരുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഈ കാണുന്ന ഈ ചെറിയ ചെറിയ റൂമുകളൊക്കെ നമ്മുടെ രാജാവിൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റി അവർ ഫാമിലിയായിട്ട് താമസിച്ചിരുന്ന സ്ഥലമാണ് എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ ബിൽഡിങ്ങിൽ കാണുന്ന പിന്നെ ഈ ഷെയ്ഡോട് കൂടിയിട്ടുള്ള ഈ മുറികളൊക്കെ കൊട്ടാരത്തിലുണ്ടായിരുന്ന സ്ത്രീകൾ വസിച്ചിരുന്ന സ്ഥലമാണ്. അവർക്ക് അവരുടെ മുഖം കാണിക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു കവാടം കാണാൻ കഴിയും. ഈ ഒരു ഹാളുണ്ട് ഇവിടെ. ഈ ഹാളിൽ വെച്ചിട്ടാണ് രാജാവും അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകളും അദ്ദേഹത്തിൻ്റെ പ്രജകളും തമ്മിൽ ചർച്ചകളും മറ്റു കാര്യങ്ങളൊക്കെ നടന്നിരുന്നത് ഈ ഒരു ഹാളിൽ വെച്ചിട്ടാണ്. പിന്നെ ഇവിടെ മറ്റൊരു മിറർ പാലസ് പോലത്തെ ഒരു സംഭവമുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഇവിടുത്തെ 3ാമത്തെ നിലയിൽ ആളുകൾ നിൽക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അവരുടെ ഒരു നിഴൽ മാത്രമേ കാണുന്നുള്ളൂ. ഇതിൻ്റെ ഒരു വാസ്തുവിദ്യയുടെ ഒരു പ്രത്യേകത കൂടിയാണിത്. അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് പിന്നെ പബ്ലിക്കായിട്ട് വരാനുള്ള പെർമിഷൻ, അവർക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഷാഡോ മോഡൽ അവിടെ ആര് നിന്നാലും അത്തരത്തിൽ കാണുമായിരുന്നുള്ളൂ എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഹാൾ ഓഫ് പബ്ലിക് ഓഡിയൻസ്. ഇവിടെ വെച്ചിട്ടാണ് രാജാവും പടയാളികളും തമ്മിലുള്ള ആശയവിനിമയം, പ്രജകളും തമ്മിലുള്ള ആശയവിനിമയം നടന്നിരുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത, ലോകത്തിലെ തന്നെ ഏറ്റവും
വലിയ ആദ്യത്തെ 10 വലിയ മതിൽക്കെട്ടുകളിൽ പെടുന്ന ഒന്നാണ്, ആദ്യത്തെ 10 ഉൾക്കൊള്ളുന്നതാണ് എന്നാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഈ കോട്ടയ്ക്ക് ചുറ്റുമായിട്ടുള്ള മലകളിൽ പൂർണ്ണമായിട്ടും ഇത്തരത്തിലുള്ള കിലോമീറ്ററുകളോളം ഇത്തരത്തിലുള്ള പിന്നെ സേഫ്റ്റിക്ക് ആവശ്യമായിട്ടുള്ള മതിലുകൾ, പ്രജകൾക്ക് പടയാളികൾക്ക് നിൽക്കാനുള്ള, ശത്രുക്കളെ വരുന്നത് നോക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉള്ള കേന്ദ്രങ്ങൾ ഇതിന് മുകളിലൊക്കെ രാജാവ് സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഈ വലിയ മലയുടെ മുകളിലൊക്കെ, ഈ കോട്ടയ്ക്ക് ചുറ്റുമുള്ള മലയുടെ മുകളിൽ പൂർണ്ണമായിട്ടും ഇത്തരത്തിലുള്ള സുരക്ഷാ കേന്ദ്രങ്ങൾ രാജാവ് കോട്ട പോലെ സ്ഥാപിച്ചിട്ടുണ്ട്, വലിയ മതിൽക്കെട്ടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഒരു ഹാളിൽ വെച്ചിട്ടാണ് രാജാവ്, ഇവിടെ മനോഹരമായിട്ടുള്ള കാർപ്പറ്റുകളൊക്കെ വിരിക്കും. ഇവിടെ വെച്ചിട്ടാണ് രാജാവും പ്രജകളും തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചർച്ചകളോ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്ന ഹാളാണ് കേട്ടോ ഈ കാണുന്നത്. ഒരുപാട് യാത്രികരുണ്ട്. അങ്ങനെ നമ്മൾ ഈ നിലയിലെ കാര്യങ്ങളൊക്കെ കണ്ടു. ഇനി അടുത്ത ഹാൾ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ കയറി വന്ന സ്ഥലമൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് കാണാൻ കഴിയും. നമ്മൾ വരുന്ന സമയത്ത് കണ്ടിട്ടുള്ള ആ ഒരു ജലാശയമാണ് അവിടെ കാണുന്നത്. ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടം മോഡൽ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൂര സിൽവറേ, ഇത് ഇവിടുത്തെ രാജാവിൻ്റെ മണിയറയാണ്. ഇത് പിന്നെ ഗ്ലാസ് പാലസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ഗ്ലാസുകളൊന്നും ഇന്ത്യയിലത്തെ ഗ്ലാസുകളല്ല, ഇതൊക്കെ പൂർണ്ണമായിട്ടും ബെൽജിയത്തിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തതാണെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ രാജാവ് അവർക്ക് സ്വർണം കൊടുത്തു. ആ സ്വർണത്തിന് പകരമായിട്ട് അവർ ഇത്തരത്തിലുള്ള വില കൂടിയ ഗ്ലാസുകൾ കൊടുത്തു. ഇതിലൊക്കെ കാണുന്ന ഈ പിന്നെ വെള്ളി നിറത്തിൽ കാണുന്നത് പൂർണ്ണമായിട്ടും വെള്ളിയും, അതുപോലെ സ്വർണ്ണ നിറത്തിൽ കാണുന്നത് പിന്നെ 22 കാരറ്റ് സ്വർണം പൂശിയതാണെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞിട്ടുള്ളത്. ഈ കോട്ട ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, രാജാവിന് ആ രാജഭരണകാലത്ത് 2 ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇതിൽ നടുവിൽ കാണുന്നത് രാജാവിൻ്റെ റൂമും, ഇവിടെ ഇത് രാജാവിൻ്റെ ഒരു വൈഫ് താമസിക്കുന്നത് ഇവിടെയും, അതുപോലെ മറ്റൊന്ന് ആ ആളുകൾ കൂടി നിൽക്കുന്ന ആ ഭാഗത്തുമായിട്ടാണ് ഉണ്ടായിരുന്നത്. ഈ ചില്ലുകൊട്ടാരത്തിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെ എന്തോ മെയിൻ്റനൻസ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പണ്ട് രാജാവ് മുകളിലേക്ക് കയറാൻ ഉപയോഗിച്ചിരുന്ന വഴിയാണ്. അന്ന് ഇതിലെ രാജാവിന് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. രാജാവിനും രാജ്ഞികൾക്കൊക്കെ പ്രത്യേകം വഴികളായിരുന്നു. ഇവിടെ വെഡ്ഡിങ് ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ താഴെ നിന്ന് കണ്ടത്, ഇവിടെ നിന്ന് അങ്ങോട്ട് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയുമെന്നുണ്ടെങ്കിൽ കൂടി അവിടെ നോക്കുന്ന സമയത്ത് ആരാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയാത്ത നീല മാത്രം കാണുന്നതാണ്. ഓക്കെ, പിന്നെ ഏറ്റവും മുകളിൽ കാണുന്നത് പിന്നെ ആർമി പട്ടാളങ്ങൾ താമസിച്ചിരുന്ന കോട്ടയാണ് എന്നാണ് പറയുന്നത്. ജാഗർ ഫോർട്ട് അങ്ങനത്തെ എന്താണ് പറഞ്ഞത് പേര്. ദിസ് ഈസ് ഫോർ ക്യൂൻ. ഈ റാമ്പ് രാജ്ഞിമാർ മാത്രമേ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഇവിടെ നല്ല ഗ്രിപ്പ് കാണുന്നുണ്ട്. വൈദ്യുതി ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ്. റാമ്പ് രാജ്ഞിയും അതുപോലെ സ്റ്റെയർ രാജാവും മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത് കേട്ടോ. ഇവിടെ അവർക്ക് രാജാവിനും രാജ്ഞിക്കും മാത്രം പ്രവേശനമുള്ള ഒരു സ്ഥലം കൂടിയായിരുന്നു ഇത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് രാജാവിൻ്റെ ഡാൻസിങ് ഹാളിലേക്കാണ്. ഇവിടെ ഈ ഹുക്ക് കാണുന്നുണ്ട്. ഇവിടെ പിന്നെ ആടാനുള്ള ഊഞ്ഞാല് കെട്ടിയിട്ട് ഇവിടെ ഇരുന്നിട്ട് നർത്തകിമാർ ഡാൻസ് കളിക്കും. അതൊക്കെ രാജ്ഞി ആസ്വദിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ നിൽക്കുന്നത് വാച്ച് ടവറിലാണ്. ഇവിടെ ആളുകൾ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ നിൽക്കും. ഈ കാണുന്നത് താഴെ കാണുന്നത് പൂർണ്ണമായിട്ടും ഇവിടുത്തെ സർവൻസ് നിൽക്കുന്ന സർവൻസിൻ്റെ ക്വാർട്ടേഴ്സുകളാണ് കേട്ടോ. ഇവിടെ നിന്നുള്ള മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാം. കണ്ടുകൊണ്ടിരിക്കുന്നത് കോട്ടയുടെ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഇടനാഴികളാണ് കേട്ടോ. അപ്പം ഈ കാണുന്നത് പണ്ട് കാലത്ത് മലയാളമേ ബോലേഗ സാഫ്രൻ കുങ്കുമപ്പൂവ് രാജാവ് കൃഷി ചെയ്തിരുന്ന പൂന്തോട്ടമാണ് അവിടെ കാണുന്നത്. കശ്മീരിൽ നിന്നും രാജാവ് നേരിട്ട് പോയി അവിടെ കൊണ്ടുവന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെയുള്ള കുങ്കുമപ്പൂവുകൾ ഉപയോഗിച്ചിരുന്നു. പക്ഷേ കശ്മീരിലെയും രാജസ്ഥാനിലെയും ക്ലൈമറ്റ് വളരെ വലിയ വ്യത്യാസമുള്ളതിനാൽ
അതിനുശേഷം വിവിധ തരത്തിലുള്ള പൂക്കളൊക്കെ ഉപയോഗിച്ച് നല്ല സുഗന്ധമുള്ള പൂക്കളൊക്കെ ആയിരുന്നു ഇവിടെ കൃഷി ചെയ്തിരുന്നത്. അത് രാജകുടുംബത്തിൻ്റെ പെർഫ്യൂംസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്നു കേട്ടോ. അതിൻ്റെ പൂന്തോട്ടമാണ് കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ഊടുവഴികളാണ് കൊട്ടാരത്തിൻ്റെ ഉള്ളിലുള്ള. കൊട്ടാരത്തിലെ വെള്ളത്തിൻ്റെ പരിപാടിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ വഴികളാണ്. രാജാവും രാജ്ഞിയും മാത്രം നിന്നിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പം ഇതാണ് രാജാവിൻ്റെ മണിയറ. അപ്പം ഇവിടെ ഗൈഡ് പറഞ്ഞത് രാജാവിന് 12 ഭാര്യമാരുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള രാജ്ഞി ആരാണോ അവരാണ് ഈ രാജാവിൻ്റെ റൂമിനോട് അടുത്ത് താമസിക്കുക. ബാക്കിയുള്ള ആളുകൾ ഈ ചുറ്റും കാണുന്ന ഈ റൂമുകളിലൊക്കെ ആയിട്ടാണ് താമസിക്കുക. രാജ്ഞിമാർക്ക് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയും കുശുമ്പും ഉള്ളത് കൊണ്ട് ഓരോ ദിവസവും രാജാവ് ആരുടെ കൂടെ ആയിരുന്നു എന്ന് തിരിച്ചറിയാതിരിക്കാനും വേണ്ടിയിട്ട് ഓരോ മണിയറയിലേക്കും പിന്നെ രാജ്ഞിമാരുടെ 12 ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഓരോരുത്തരുടെ റൂമിലേക്കും ഇത്തരത്തിലുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള, അതായത് സ്വകാര്യമായിട്ടുള്ള കോണികളുണ്ട്. അപ്പം ഒരു ഭാര്യയ്ക്ക് അറിയില്ല രാജാവ് കഴിഞ്ഞ രാത്രി ഏത് ഭാര്യയുടെ കൂടെ ആയിരുന്നു എന്നുള്ളത്. എന്തുണ്ട് ഗായ്സ്? രാജ്ഞിമാരെ സഞ്ചരിച്ചിരുന്ന റാമ്പിൽ കൂടിയാണ് നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അധികം ഹൈറ്റ് ഒന്നുമില്ല. രാജ്ഞിമാരൊക്കെ ഹൈറ്റ് കുറവില്ല എനിക്കൊന്ന്. നമ്മളൊക്കെ ഹൈറ്റ് ഉള്ളല്ലോ. ജോധ അക്ബർ സിനിമ, ഹൃതിക് റോഷൻ്റെ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണല്ലോ. ഇതൊക്കെ മണിയറകളാണോ. 12 ഭാര്യമാരുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഓരോ ലൈനിലും 3 മണിയറകൾ വീതം ഉണ്ട്. അപ്പം രാജ്ഞിമാർ തമ്മിൽ എന്തെങ്കിലും, രാജ്ഞിയും രാജാവും തമ്മിൽ എന്തെങ്കിലും കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഉണ്ടായാൽ ഇവിടെ ഈ സെൻറ്ററിൽ കാണുന്ന ഇവിടെ വെച്ചിട്ടാണ് അവർ മീറ്റിംഗ് കൂടിയിട്ട്, മീറ്റിംഗ് മീൻസ് ചർച്ചകൾ ചെയ്യാം. ഇവിടെ ഇതിൻ്റെ ഉള്ളിലായിട്ട് പാവനാടകം നടക്കുന്നുണ്ട് കേട്ടോ. പാട്ടൊക്കെ ഇട്ടിട്ട് ലോക പ്രശസ്തമായിട്ടുള്ള ജയ്പൂർ ബ്ലാങ്കറ്റ് ഇതാണ് കേട്ടോ. പിന്നെ നിലവിലെ രാജാവ് ഇയാളാണ്. ഇവിടെ പാവനാടകം നടക്കുന്നുണ്ട്. ഈ പാവനാടകത്തിനുള്ള പാവകളൊക്കെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. ഇതന്ന് ഉപയോഗിച്ചിരുന്ന ഒരു പോട്ടാണ് കേട്ടോ കാണുന്നത്. ഇത് തല കീഴായിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നേരെ വെച്ച സമയത്ത് ആളുകൾ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ അതിൽ കൂട്ടിയിട്ടതുകൊണ്ടാണ് അങ്ങനെ വെച്ചത്. അതുപോലെ തന്നെ പണ്ടത്തെ കാലത്ത് ഇവിടുത്തെ പരിചാരകർക്ക് ഭക്ഷണം പാചകം ചെയ്തിരുന്ന പാത്രങ്ങളാണ് ഈ കാണുന്നത്. ഓക്കെ, ഇവിടുത്തെ സർവൻസ് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണം പാകം ചെയ്ത പാത്രങ്ങളാണ് ഈ കാണുന്നത്. എത്തിയിട്ടുള്ളത് കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള മീന ബസാർ എന്നുള്ള ഗവൺമെൻറ് ഓതറൈസ്ഡ് ഷോപ്പിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ ഹാൻഡ് ക്രാഫ്റ്റ് ആയിട്ടുള്ള, പിന്നെ ഏറ്റവും നാച്ചുറലി ആയിട്ടുള്ള കളേഴ്സൊന്നും യൂസ് ചെയ്യാത്ത, നാച്ചുറൽ കളറുകൾ മാത്രം യൂസ് ചെയ്തിട്ടുള്ള, കെമിക്കലൊന്നും യൂസ് ചെയ്യാത്ത, വെജിറ്റബിൾ ഫ്രൂട്ട്സിൽ നിന്നൊക്കെ മാത്രം കളറുകളൊക്കെ യൂസ് ചെയ്തിട്ട് നിർമ്മിച്ചിട്ടുള്ള വസ്തുക്കൾ നമുക്കവിടെ കാണാൻ കഴിയും. ഇവിടെ ഒരു രാജസ്ഥാനി ട്രഡീഷണൽ മ്യൂസിക് നമ്മോട് കാണാൻ കഴിയും പ്ലേ ചെയ്യുന്നത്. നമ്മൾ ഇവിടുന്ന് ഒരു ജീപ്പ് എടുത്തിട്ട് മീന ബസാർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് അകലെയാണ് മീന ബസാറിലാണ് എത്തിയിട്ടുള്ളത്. രാജസ്ഥാനിലെ പിന്നെ ഏറ്റവും തനതായിട്ടുള്ള വസ്തുക്കൾ കിട്ടുന്ന, പിന്നെ പഴങ്ങളും പച്ചക്കറികളും മാത്രം ഉപയോഗിച്ച്, അതിൻ്റെ നിറങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് പിന്നെ കിട്ടുന്ന വസ്തുക്കളൊക്കെ ഉള്ള ഷോപ്പാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മളിവിടെ ഹാൻഡ് മെയ്ഡായിട്ട് നാച്ചുറൽ കളറുകൾ ഉപയോഗിച്ചിട്ട് അവർ പ്രിൻറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയിരുന്നു. പക്ഷേ അവിടെ വീഡിയോഗ്രാഫി അലൗഡ് അല്ല. അപ്പം നമുക്കൊരു പിന്നെ ശീലയിൽ അവർ ചെയ്തു തന്നതാണ് കേട്ടോ, ഒരു ആനയുടെ ചിത്രം. ഇത് ഇനി എത്ര വർഷം ശീല കേടായി പോകാന്നല്ലാതെ ഇതിലെ കളറിന് യാതൊരുവിധ മാറ്റവും സംഭവിക്കില്ല. പിന്നെ ഇതപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഒന്ന് വാഷ് ചെയ്ത് നോക്കി, പക്ഷേ കളറിനൊന്നും യാതൊരു വ്യത്യാസവും കാണുന്നില്ല. നമ്മൾ ആൻബർ ഫോർട്ടിനോട് ഇവിടെ പറയുകയാണ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ വാഹനത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ വാഹനത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇത്രയും ഭാഗങ്ങളായിട്ട് വിശാലമായിട്ട് പരന്ന് കിടക്കുകയാണ് നമ്മുടെ ഈ കോട്ട. ഇതിന് മുകളിലൊക്കെ ഉണ്ട് കേട്ടോ.